ഈ സംഭവത്തിന് ശേഷം മനോഭ്രാന്തി ഇരട്ടിയായി. ഒരു സ്വസ്ഥതയുമില്ലാത്ത മട്ട്. ഒടുവിൽ ഒരു ദീർഘയാത്രയ്ക്കുള്ള തീരുമാനമെടുത്തു. രാമചന്ദ്രൻ ശാന്തിനികേതനിൽ ചിത്രകല പഠിക്കുന്നുണ്ട്. ആദ്യം അവിടേക്ക് തന്നെ പോകാമെന്നായിരുന്നു പരിപാടി. ഈ അത്യാഹിതത്തിൻ്റെ ആരംഭത്തിലും അവനുണ്ടായിരുന്നുവല്ലോ. എന്നല്ല, ഒരു കണക്കിന് ഒന്നല്ല 2 പ്രാവശ്യം പരിചയപ്പെടുത്തി. അവൻ തന്നെ ആയിരുന്നുവല്ലോ ഇതിന് തുടക്കമിട്ടത്. അപ്പോൾ ഓർമ്മ വന്നു, രാമചന്ദ്രൻ ശാന്തിനികേതനത്തിലെത്തുവാനും കാരണക്കാരി അവളായിരുന്നു. മലയാളം ഓണേഴ്സ് പാസ്സായി എന്നും സ്വന്തം തട്ടകം എന്ന് തിരിച്ചറിഞ്ഞിരുന്ന ചിത്രകല പഠിക്കാൻ ശാന്തിനികേതനത്തിൽ പ്രവേശനം കിട്ടിയിട്ടും പോകുവാൻ മാർഗമില്ലാതെ സാമ്പത്തികമായും മാനസികമായും തകർന്നിരുന്ന അവന് സ്വന്തം അച്ഛൻ്റെ ഔദ്യോഗിക സ്ഥാനമഹിമയിൽ ഒരു സ്കോളർഷിപ്പ് ഉണ്ടാക്കിക്കൊടുത്ത് സഹായിച്ചതും അവളായിരുന്നു. അതിനെപ്പറ്റി രാമചന്ദ്രൻ അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: നിന്നെ പരിചയപ്പെടുത്തി കൊടുത്തതിന് നിൻ്റെ ഭാര്യ എൻ്റെ പള്ളിയിൽ നടത്തിയ നന്ദി ശുശ്രൂഷ. നിൻ്റെ സർക്കാർ ഭാഷയിൽ പറഞ്ഞാൽ കൈക്കൂലി. അവൻ പറഞ്ഞ ഒരു വാക്കു മാത്രമേ അന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുള്ളൂ: ഭാര്യ, നിൻ്റെ ഭാര്യ. പ്രാർത്ഥിച്ചു, ഈശ്വര, നല്ല നേരത്ത് നല്ല നാവുണ്ടാകണേ ഈ പറയിൽ. ഒരിക്കൽ അവൾ പറഞ്ഞതും ഓർമ്മയിൽ വന്നു. എണ്ണമയമില്ലാത്ത തലമുടി വാരിക്കൂട്ടിക്കെട്ടി മുഷിഞ്ഞു ഉടഞ്ഞുലഞ്ഞ സാരി വാരിച്ചുറ്റി വളരെ അലസമായി പാർക്കിൽ വന്ന ഒരവധി ദിവസം. വീട്ടിലെ അടുക്കളയിൽ നിന്ന് നേരെ കയറി വരുന്നത് പോലെയുണ്ടായിരുന്ന ആ വരവ് കണ്ടിട്ട് ചോദിച്ചു, എന്താ അമ്മൂമ്മേ വിശേഷം? സ്വന്തം വേഷത്തിലും പിന്നെ ചോദ്യകർത്താവിൻ്റെ മുഖത്തും ലജ്ജ പുരണ്ട സൗമ്യതയിൽ പറഞ്ഞു, വേഷവും ചന്തവും ഒക്കെ എങ്ങനെ ഇരുന്നാലും ആദ്യം ഭാര്യയും പിന്നെ അമ്മയുമാക്കിയിട്ട് മതി അമ്മൂമ്മ. പിന്നീടൊരിക്കൽ വീട്ടിൽ നിന്ന് അവൾ കൊണ്ടുവന്ന ഏതോ പലഹാരത്തിൻ്റെ പൊതി നീട്ടിയപ്പോൾ ഒരുപക്ഷെ അസസ്യം വല്ലതും കലർന്നതാണോ എന്ന ഭീതിയിൽ തനി സസ്യഭുക്കായ ഞാൻ നിരസിച്ച് തമാശയെന്ന് അനുഭവിച്ച് കാര്യമായി പറഞ്ഞു, വേണ്ട കുട്ടിയെ വേണ്ട, വയറിപ്പോൾ ഫുൾ. മാത്രവുമല്ല, താണജാതിക്കാർ തയ്യാറാക്കിയ ഭക്ഷണമൊന്നും കഴിക്കാറില്ല, അശുദ്ധമാകും. അപ്പോൾ തിരിച്ചടിച്ചു, വലിയ ശുദ്ധമൊക്കെ കാണിച്ചാൽ തിരുമേനിയെ ഞാൻ മാസത്തിൽ 3 ദിവസം പട്ടിണിക്കിടും കേട്ടോ. ആ വാക്കുകളുടെയൊക്കെ അടുപ്പവും ആത്മബന്ധവും നൊമ്പരത്തിൻ്റെ വിങ്ങലുകളായി വീർപ്പ് മുട്ടിക്കുന്നുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി വാതുക്കൽ മുട്ടുകേട്ടു. ചെന്നു തുറന്നപ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാൾ, തീർത്തും അപരിചിതൻ, ചെറുപ്പക്കാരൻ, സുന്ദരൻ. അയാളുടെ മുഖം വല്ലാതെ വിവശമായിരുന്നു, പരിഭ്രാന്തമായിരുന്നു. പതറിയ സ്വരത്തിൽ ചിതറിയ വാക്കുകളിൽ അയാൾ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ KSK മേനോൻ, പേർഷ്യയിൽ ജോലി. ഇവിടെ സാറിനെ ഒന്ന് കാണാൻ വന്നു. അമ്പരന്ന് ചോദിച്ചു, എന്നെയോ? അയാൾ പറയാൻ നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു, വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നു. അതെ, സാറിനെ കാണാൻ, സംസാരിക്കാൻ. എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നോ പറയണമെന്നോ എനിക്കറിയില്ല. അയാളോട് എന്താണ് പറയേണ്ടതെന്നോ എങ്ങനെയാണ് പറയേണ്ടതെന്നോ എനിക്കും അറിയുമായിരുന്നില്ല. എങ്കിലും സ്വന്തം മുറിയിൽ വന്നു കയറിയ അതിഥിയായിരിക്കുന്നുവല്ലോ. കസേര ചൂണ്ടി പറഞ്ഞു, ഇരിക്കൂ, പ്ലീസ് ഇരിക്കൂ. എൻ്റെ പരിഭ്രമം കണ്ട് കൂടുതൽ പരിഭ്രമത്തോടെ ഇരിക്കുന്ന മട്ടിലിരുന്നു. എന്നിട്ട് വിക്കി പറഞ്ഞു, ഞാൻ പേർഷ്യയിലെ ജോലി സ്ഥലത്ത് നിന്ന് നാട്ടിൽ വന്നത് വിവാഹം ചെയ്തു പോകാനാണ്. വീട്ടുകാർ ആലോചിച്ച് കുട്ടിയെ കണ്ടുവച്ചു. ഫോട്ടോ കണ്ട് ഞാനും അംഗീകരിച്ചു, തീയതിയും നിശ്ചയിച്ചു. പക്ഷേ നാട്ടിലെത്തിയപ്പോൾ ആൾക്കാർ പറയുന്നു ആ കുട്ടിയും സാറും തമ്മിൽ ഇഷ്ടമാണ്. വീട്ടുകാർ നിർബന്ധിച്ച് പിടിച്ച് വിവാഹം ചെയ്യുകയാണത്രേ. അയാൾ കുട്ടിയുടെ പേരും വീട്ടുപേരും അച്ഛനമ്മമാരുടെ പേരും എല്ലാം പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, പറയൂ, ശരിയാണോ? ഒരു നിമിഷത്തേക്ക് ഒന്നും പറയുവാനായില്ല. ഈ പരിഭ്രാന്തനായ യുവാവ്, സുമുഖനും ആർക്കും ആദ്യനോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെടുന്നവനുമായ യുവാവ്, തുറന്ന പെരുമാറ്റത്തിൻ്റെ അസാധാരണമായ സത്യസന്ധതയും നിഷ്കളങ്കതയും കൊണ്ട് അമ്പരപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്തിരിക്കുന്ന യുവാവ്. അയാൾ തുടർന്നു, ഞാൻ നാട്ടിൽ വന്ന ശേഷമാണ് ഈ വാർത്ത അല്പാൽപമായി അറിഞ്ഞു വന്നത്. സാറും ആ കുട്ടിയുമായി സ്നേഹത്തിലാണെന്ന്. കുത്തി ചോദിച്ചിട്ടും 2 വീട്ടുകാരും ഒഴിഞ്ഞു മാറുന്നു, കൈയൊഴിയുന്നു. എൻ്റെ ജീവിതത്തെ ബാധിക്കുന്നതാണല്ലോ, എനിക്കൊഴിയാൻ വയ്യല്ലോ, അതുകൊണ്ട് വന്നു. സാറെന്താ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്? ഇല്ലേ, എന്നെ മനസ്സിലായില്ലേ? പറയുന്നത് വിശ്വാസമാകുന്നില്ലേ? മുഴുവനാകുന്നതിന് മുമ്പ് ഇടപെട്ട് കൈനീട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു, കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ മേനോൻ. മനസ്സിലായി, എല്ലാം മനസ്സിലായി. വിദേശത്തു നിന്ന് നാട്ടിൽ വിവാഹത്തിനെത്തിയിരിക്കുന്ന മിസ്റ്റർ മേനോൻ അല്ലേ? മനസ്സിലായി.
അഭിനന്ദനം സ്വീകരിക്കുവാൻ കൈനീട്ടാതെ അയാൾ പറഞ്ഞതിൻ്റെ ബാക്കിയിലേക്ക് കടക്കുകയായിരുന്നു. പറയൂ സാർ, നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ഇതാ ഈ നിമിഷം ഞാൻ മാറിത്തരാം. ഇതേ മുഹൂർത്തത്തിൽ നിങ്ങളുടെ വിവാഹം നടക്കട്ടെ. വരവുണ്ടാക്കിയ അമ്പരപ്പിനെ അതിജീവിക്കുന്ന അത്ഭുതവും വിസ്മയവും നിറഞ്ഞ വാക്കുകൾ. സമനില വീണ്ടെടുക്കാൻ ലേശം സമയമെടുത്തു. അപാരമായ ആത്മസംയമനത്തിൻ്റെ ക്ലേശഭൂയിഷ്ടമായ കാപട്യത്തോടെ പറഞ്ഞൊപ്പിച്ചു. നിങ്ങൾ കേട്ടത് ശരിയല്ല. ഞങ്ങൾ തമ്മിൽ എന്നതിലെ തമ്മിൽ എന്ന് പറഞ്ഞതിൽ സത്യമില്ല. ആകാംക്ഷയോടെ മുഖം നീണ്ടുവന്നു. എന്നുവെച്ചാൽ? സൗമ്യമായി ഞാൻ പറഞ്ഞു. എനിക്ക് അങ്ങോട്ട് മാത്രം. അങ്ങനെ ചിലപ്പോൾ ചില മണ്ടന്മാർക്ക് പറ്റിപ്പോകാറില്ലേ? അയാൾക്ക് വിശ്വാസമായില്ലെന്ന് തോന്നി. സത്യം പറയൂ സാർ, എനിക്ക് ആരെയും നോവിക്കണമെന്നോ വേദനിപ്പിക്കണമെന്നോ ഇല്ല. ആരെങ്കിലും ദുഃഖിച്ചും വിഷമിച്ചും തരുന്ന കാരുണ്യമോ അവതാര്യമോ എനിക്ക് ആവശ്യമില്ല. സ്വന്തം ചങ്ങാതിയോടെന്ന പോലെ എന്നോട് പറയൂ, തുറന്നു പറയൂ സാർ, പ്ലീസ്. ഇതെങ്ങനെ, പിന്നെ എങ്ങനെ? നിർവികാരമായി വിവരിക്കുന്ന വാക്കുകൾ വിരിച്ചു. വ്യക്തമല്ലേ? ഇങ്ങോട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറ്റി. ഞാനൊരു മൂഢലോകത്തായിരുന്നു വിഡ്ഢി. എന്നിട്ടും പൂർണ്ണ വിശ്വാസം വരാത്ത മട്ടിൽ അയാൾ എൻ്റെ മുഖത്തേക്ക് തന്നെ കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ പൊടുന്നിനെ എഴുന്നേറ്റ് യാത്ര ചോദിച്ചു. ഞാൻ ഇറങ്ങട്ടെ? ഇരിക്കുവാൻ പറയേണ്ട കാര്യമുണ്ടായിരുന്നില്ലല്ലോ. അയാളുടെ ഒപ്പം ടാക്സിയുടെ അടുത്തേക്ക് അനുയാത്ര ചെയ്തു. വഴിയിൽ ഒരിക്കൽ കൂടി അയാൾ ചോദിച്ചു, സാർ പറഞ്ഞത് സത്യം തന്നെയാണല്ലോ? മുഖത്തെ ഉത്കണ്ഠയും നിഷ്കളങ്കതയും സ്നേഹോദാരതയും ആരെയും നിരായുധനും നിസ്സഹായനുമാക്കുന്നതായിരുന്നു. ഒരനിയനോടെന്ന പോലുള്ള വാത്സല്യവും സ്വാതന്ത്ര്യവും തോന്നി. സത്യമല്ലെങ്കിൽ പോലും നിങ്ങൾ നീട്ടുന്ന ഈ ഔദാര്യം ഞാൻ സ്വീകരിക്കാൻ പാടുണ്ടോ? ഇതൊക്കെ ദയ തോന്നി ആരെങ്കിലും നൽകുന്ന ഭിക്ഷയായി സ്വീകരിക്കേണ്ട കാര്യങ്ങളാണോ? പറയൂ. എൻ്റെ പുരുഷത്വത്തെയും വ്യക്തിത്വത്തെയും സ്വഭാവത്തെയും ബാധിക്കുന്ന ഒരു സ്വകാര്യ ദുരന്താനുഭവമല്ലേ ഇത്? മാത്രവുമല്ല, എ ഗേൾ ഹൂ കനോട്ട് സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. അല്ലെങ്കിൽ വേണ്ട. എക്സ്ക്യൂസ് മീ, ഞാൻ ആവശ്യമില്ലാതെ സെൻറ്റിമെൻ്റൽ ആകുന്നു. വേണ്ട, വേണ്ട. ഞാൻ വളച്ചു കെട്ടുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞത് സത്യം തന്നെയാണ്. ഏകപക്ഷീയമായ ഒരു കോമാളിത്തം. കാറിൻ്റെ ഡോർ തുറന്ന് കറയേറുവാൻ ആരംഭിച്ച ശേഷം പെട്ടെന്നെന്തോ ആലോചിച്ചിട്ടെന്ന പോലെ അയാൾ തിരിച്ചു വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലാകുന്നു. ഐ ആം സോറി, എക്സ്ട്രീംലി സോറി സാർ. എനിക്ക് മാപ്പ് തരണം. ഗദ്ഗതത്തിലായിരുന്നു വാക്കുകൾ. എങ്ങനെയോ പറഞ്ഞൊപ്പിക്കുകയായിരുന്നു. മറുപടിയൊന്നും പറയാൻ അവസരം തരാതെ അയാൾ ഓടി കാറിൽ കയറി ഡോർ അടച്ചു. വീണ്ടും ഒരിക്കൽ കൂടി ആ മുഖം നേരെ കാണുവാൻ അവസരം തന്നില്ല. മനഃപൂർവ്വമായിരിക്കണം. പക്ഷേ പാർശ്വവീക്ഷണത്തിൽ അയാൾ കണ്ടു. അയാൾ കരയുക തന്നെയായിരുന്നു. കാർ മുന്നോട്ട് നീങ്ങിയിട്ടും അയാൾ തിരിഞ്ഞു നോക്കിയില്ല. വെളിയിലേക്ക് കൈനീട്ടി ഒന്ന് വെറുതെയെങ്കിലും വീശുമെന്ന് വിചാരിച്ചതുമുണ്ടായില്ല. ഇല്ല, ഒന്നുമുണ്ടായില്ല. പാവം, നല്ല മനുഷ്യൻ. ആ കാർ പോയ വഴിയിലേക്ക് നോക്കി ഒരു പ്രാർത്ഥന പോലെ മന്ത്രിച്ചു, ശുഭമസ്തു, ഓൾ ദ ബെസ്റ്റ്. അതിനുശേഷം പൊടിപടലമാർന്ന 39 സംവത്സരങ്ങൾ ആ വഴിയിലൂടെ പാഞ്ഞുപോയി. പഴയതെല്ലാം മറക്കാൻ ശ്രമിച്ച് ഞാൻ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിൽ മുഴുകി. യാദൃച്ഛികമെന്ന് പറയട്ടെ, ആ പഴയകാല സ്നേഹിതയുടെ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ വിവാഹം കഴിച്ചു. വീട്ടുകാരുടെ ആലോചനയിൽ നടന്ന ഒരു വെറും സാധാരണ വിവാഹം. വിവാഹത്തിനു മുമ്പ് പഴയ പ്രേമദുരന്തത്തെപ്പറ്റി പറഞ്ഞിരുന്നിട്ടും പഴയ കൂട്ടുപ്രതി നൽകിയിരുന്ന കത്തുകളും പാരിതോഷികങ്ങളും കാണിച്ചിരുന്നിട്ടും എന്നെ സഹിക്കുവാൻ തയ്യാറായ ഒരു സ്വാത്വിക മനസ്കിയായിരുന്നു വധു. കാലപരിക്രമണത്തിൽ ഞാൻ അച്ഛനായി, മുത്തച്ഛനായി. ഈ അടുത്ത ദിവസം വൃദ്ധരായ സ്വന്തം അച്ഛനമ്മമാരോടൊപ്പം കുറച്ചു ദിവസം താമസിക്കാൻ നാട്ടിൽ പോയിരുന്ന ഭാര്യ അവിടെ നിന്നും ഫോണിൽ വിളിച്ചു പറഞ്ഞു, പഴയ ആ സന്ധിവാതമില്ലേ, ആർത്രൈറ്റിസ്, അത് വീണ്ടും വന്ന് വല്ലാതെ ഉപദ്രവിക്കുന്നു. ഞാനിവിടെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. പരിഭ്രമിക്കാൻ ഒന്നുമില്ല. ഞാൻ തന്നെ വിളിക്കുന്നത് അതിന് തെളിവല്ലേ. 2 ദിവസത്തിനകം പോകാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷം നല്ല ആശ്വാസമുണ്ട്. പരിഭ്രമിക്കാനൊന്നുമില്ലെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. പരിഭ്രമിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞെങ്കിലും ലേശം പരിഭ്രമത്തോടുകൂടിയാണ് ചെന്നത്. അല്ലെങ്കിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയില്ലല്ലോ. ആധുനിക സജ്ജീകരണങ്ങളുള്ള സ്വകാര്യ ആശുപത്രിയായിരുന്നു. ഭാര്യ അറിയിച്ചതും ശരി തന്നെ. അസുഖത്തിന് വളരെ കുറവുണ്ട്. മിക്കവാറും നാളെ തന്നെ പോകാം. അവൾ പരിഭ്രമിച്ചു. പതിവ് പോലെ പരിഭ്രമിച്ചു ഇല്ലേ? ഞാൻ പരിഹസിച്ചു. ഭാര്യ ആശുപത്രിയിലാണെന്നറിഞ്ഞാൽ പരിഭ്രമിക്കാത്ത ഭർത്താവിനെയാണ് നിനക്കിഷ്ടം? അവൾ ചിരിച്ചതേ ഉള്ളൂ. പിന്നെ കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് ചിരി തുടർന്നുകൊണ്ട് തന്നെ
സ്വരം താഴ്ത്തി ഒരു രഹസ്യം പറയാൻ ഭാവിക്കുന്നത് പോലെ പതുക്കെ ചോദിച്ചു. ഞാനൊരു സ്വകാര്യം പറയട്ടെ? ഇനിയും പരിഭ്രമിക്കുമോ? എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ഒരു പിടിയും കിട്ടാതെ ഞാൻ ചോദിച്ചു. സ്വകാര്യമോ പരിഭ്രമമോ എന്തിന്? മുമ്പിലത്തെ രഹസ്യഭാവം ഒട്ടും വിടാതെ തന്നെയാണ് പറഞ്ഞത്. എന്നാൽ കേട്ടോളൂ. ഈ ആശുപത്രിയുടെ ഉടമയും ചീഫ് ഡോക്ടറും മിസ്റ്റർ രവി മേനോനാണ്. ഞാൻ കളിയാക്കി. അതാണോ പരിഭ്രമിക്കുവാനുള്ള സ്വകാര്യം? ഇങ്ങനൊരു സ്ഥാപനമുണ്ടാകുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ആ ചുമതലകൾ ഏറ്റല്ലേ മതിയാവും. അവൾ ചിരി നിർത്തിയിരുന്നില്ല. മുഴുവൻ കേൾക്കൂ. ഈ ഡോക്ടർ രവി മേനോൻ നിങ്ങളുടെ പഴയ കോളേജുകാല കാമുകിയില്ലേ? ലോകൈക സുന്ദരിയെന്ന് നിങ്ങൾ വിളിച്ചു പറയുന്ന ആ ഉർവശി. പ്രസ്തുത സ്ത്രീയുടെ അരിമ സന്താനമാണ് ഈ യുവകോമളൻ ഡോക്ടർ. വാക്കുകൾക്കിടയിൽ കുത്തും വയ്പും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും സംഗതി സ്വല്പമൊരു വാർത്ത ആയിരുന്നുവെന്ന് സമ്മതിക്കണം. എന്നാലും പരിഭ്രമിക്കാൻ എന്ത് ഉണ്ട് ഇതിൽ? എന്തെങ്കിലും അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് കടക്കണ്ണിൽ കളിയാക്കലെരിച്ചുകൊണ്ട് അവൾ തുടർന്നു. പഴയ കാമുകിയും ഇവിടെ രോഗിയായി കിടക്കുന്നുണ്ട്, നേരെ മുകളിലത്തെ നിലയിൽ, റൂം നമ്പർ 14. ഉത്കണ്ഠയില്ലായിരുന്നു എന്ന് പറയുക വയ്യ. ചോദിച്ചു, നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അവൾക്ക് എന്താണ് അസുഖം? ഭാര്യ വിശദീകരിച്ചു. ഡോക്ടർ രവി മേനോൻ പറഞ്ഞാണ് അറിഞ്ഞത്. ഇവിടെ കൊടുത്ത മേൽവിലാസം കണ്ട് ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്നറിഞ്ഞ് എന്നെ കാണാൻ വന്നു. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒപ്പം പഠിച്ചിട്ടുണ്ടെന്നും വളരെ അടുത്ത സ്നേഹിതനാണെന്നും അമ്മ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് മുകളിലത്തെ നിലയിൽ അവർ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞതും ഡോക്ടർ രവി മേനോൻ തന്നെയാണ്. താല്പര്യം കാണിച്ചാലും പരിഭവിക്കുന്ന സ്വഭാവക്കാരി അല്ലെന്ന് അറിയാമായിരുന്നിട്ടും നിസ്സാരതയുടെ ഔദാര്യഭാവമേ ഉണ്ടാകൂ എന്നറിഞ്ഞിരുന്നിട്ടും നിസ്സംഗത അഭിനയിച്ച് വെറുതെ എന്ന മാതിരി ചോദിച്ചു, എന്ത് ഓപ്പറേഷൻ? എല്ലാം മനസ്സിലാക്കിയതുപോലെ സമാധാനിപ്പിക്കുന്ന മട്ടിലാണ് അവൾ പറഞ്ഞത്. യൂട്രൈൻ ക്യാൻസർ എന്നോ മറ്റോ സംശയിച്ചാണത്രേ. ഏതായാലും ഓപ്പറേഷൻ സമ്പൂർണമായും സക്സസ്ഫുൾ ആയിരുന്നുവെന്നും ഇനിയൊരു കുഴപ്പമില്ലെന്നും ഡോക്ടർ തന്നെ പറഞ്ഞു. നേരെ മുകളിലത്തെ നിലയിലല്ലേ, ഒന്ന് പോയി കണ്ടോളൂ. വളരെ അടുത്ത സ്നേഹിതനാന്നല്ലേ പറഞ്ഞത്? കാണാൻ താല്പര്യമില്ലാണ്ട് വരില്ല. വാക്കുകൾക്കിടയിലെ നിഷ്കളങ്കമെന്ന് നല്ലവണ്ണം അറിയുമായിരുന്ന കൊത്തും കൊളുത്തും ഞാൻ അറിഞ്ഞു. വരവ് വെച്ചിരിക്കുന്നു എന്നറിയിക്കുവാനായി കുറച്ചു നേരം അവളെ തന്നെ നോക്കിയിരുന്നു. പിന്നെ തുറന്നു ചോദിച്ചു, പിന്നീട് കുത്തുവാക്കു പറയാനും പരിഹസിക്കാനുമല്ലേ? അവൾ സ്വാന്തനിപ്പിച്ചു. ഏതായാലും നിങ്ങൾക്കും കാണാൻ താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. അത് ഞാൻ വിചാരിച്ചാൽ ഇല്ലാണ്ടാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞിട്ട് തന്നെയാ പഴയ പെണ്ണിനെ കാണാൻ പോയതെന്ന് വരുത്തിയ എനിക്ക് തന്നെയല്ലേ ക്രെഡിറ്റ്. സന്തോഷത്തോടെ പറഞ്ഞു. താങ്ക്സ്, യു ആർ റിയലി വണ്ടർഫുൾ. മുകളിലേക്കുള്ള പടിക്കെട്ടുകളിലേക്ക് നടക്കാൻ തുടങ്ങവേ അവൾ തിരിച്ചടിച്ചു. ഞാൻ മാത്രമല്ല, വേറെയും ഒരുപാട് ആളുകൾ വണ്ടർഫുള്ളാണ് പല രീതിയിലും. ആ വാക്കുകളുടെ സാരസ്യം മനസ്സിലുണ്ടാക്കിയ സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കി മന്ദഹസിച്ചുകൊണ്ട് ഞാൻ കൽപ്പടക്കെട്ടുകൾ കയറി. മുകളിലത്തെ നിലയിലെത്തിയിട്ട് ഒന്ന് നിന്ന് പതുക്കെ മുറി കണ്ടുപിടിച്ച് ലേശം സ്വൈര്യമായി അല്പനേരം നിന്നൊന്ന് വിശ്രമിക്കണം. സ്വല്പം മാനസികമായ തയ്യാറെടുപ്പ് വേണം. എന്തൊക്കെയായാലും ആരാണ്? എത്ര വർഷം കഴിഞ്ഞാലും ആരാണ്? എങ്ങനെയാവും പരസ്പരം നേരിടുക? ഒന്നും വേണ്ടി വന്നില്ല. മുകളിലത്തെ നിലയിലെത്തി കോവണിവേലിയിൽ പിടിച്ചുകൊണ്ട് തന്നെ തല ഉയർത്തി. 14 നമ്പർ മുറി ഏതെന്ന് കണ്ണുകൊണ്ട് പരതുകയായിരുന്നു. അത് കണ്ടുപിടിച്ചൊരു മാത്രയായില്ല. അതിനു മുമ്പ് അതേ മുറിയിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആദ്യം ലിഫ്റ്റിൻ്റെ സമീപത്ത് നടന്നിരുന്ന ആ മനുഷ്യൻ എന്നെ കണ്ടിട്ടാവണം നേരെ തിരിഞ്ഞു നടന്നു വന്നു. മുന്നിൽ വന്ന് വഴി തടഞ്ഞു തന്നെ നിന്നു. അത്ഭുതം നിറഞ്ഞ മിഴികളോടെ ചോദിച്ചു, മിസ്റ്റർ എൻ മോഹനൻ അല്ലേ? അതെ എന്ന ആളെ അങ്ങോട്ട് മനസ്സിലാക്കാതെയാണ് പറഞ്ഞതെങ്കിലും ഉടൻ തന്നെ ഓർമ്മ വന്നു. പണ്ടത്തെ പേർഷ്യയിൽ ജോലിക്കാരനായ ആ യുവാവ്, വരൻ. ഇപ്പോൾ നെറ്റിയുടെ ഇരുവശത്തു നിന്നും ലേശമായി കയറി വരുന്ന കഷണ്ടി. ബാക്കി മുടിയിൽ ചാരനിറം. മറ്റു മാറ്റങ്ങളൊന്നുമില്ല തന്നെ. കാലം ആ സൗഭാഗ്യത്തിൽ തൊട്ടിരുന്നതേയില്ല. ഇന്നും സുന്ദരൻ, പ്രൗഢൻ. കയ്യിൽ കയറി പിടിച്ചു പറഞ്ഞു, ഹലോ, മനസ്സിലായി മിസ്റ്റർ മേനോൻ. കാലം എത്രയായി ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അത്ഭുതമല്ലേ? അയാൾ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. നമ്മൾ തമ്മിൽ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ലോകത്ത് പിന്നെ ആരാ സാറേ തിരിച്ചറിയുന്നത്?
അറിയാതെ പരസ്പരം നോവിച്ചുപോയ രണ്ട് ശുദ്ധാത്മാക്കളെന്നോ മറ്റോ ആ വാക്കുകളിൽ അന്തർലീനമായ ദുരന്തനാദങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നുവോ? ഇല്ലായിരുന്നുവെന്ന് തന്നെ തോന്നി. എന്തെന്നാൽ അമ്പയെ സന്തോഷം തുളുമ്പുന്ന മട്ടിലായിരുന്നു വാക്പ്രവാഹം. വാക്കുകൾ ചൊരിയുക തന്നെയായിരുന്നു. സാറിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ. ഉണ്ടെങ്കിലും എനിക്ക് തിരിച്ചറിയുമായിരുന്നു. വാരികയിലും മാസികയിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചിത്രങ്ങൾ കാണാറുണ്ടല്ലോ. സാറിൻ്റെ കഥ ഉണ്ടെന്നറിഞ്ഞാൽ എവിടെ നിന്നെങ്കിലും ഭാര്യ അത് കരസ്ഥമാക്കിക്കൊണ്ടുവരും. സാറ് ഇവിടെ ഈ ആശുപത്രിയിൽ വരുന്നും ഊഹിച്ചിരുന്നു. മിസ്സസ് ഇവിടെ ട്രീറ്റ്മെൻറ്റിലാണെന്ന് രവി പറഞ്ഞിരുന്നു. കുറവുണ്ടല്ലോ അല്ലേ? ഞാൻ കണ്ടില്ല. എന്തു പറഞ്ഞ് ചെന്ന് പരിചയപ്പെടും? വിളിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരണേ. വല്ലാത്തൊരമ്പരപ്പിലായിരുന്നു ഞാൻ. എങ്കിലും പറഞ്ഞു, മിസ്സസിന് വളരെ കുറവുണ്ട്. കൂടുതലൊന്നും പറയേണ്ടി വന്നില്ല. അയാൾ പ്രതീക്ഷിച്ചതുമില്ലെന്ന് തോന്നി. എന്നെ സ്വാതന്ത്ര്യത്തോടെ എന്ന് തന്നെ പറയാവുന്ന മട്ടിൽ പിടിച്ചു വലിച്ച് ആ 14-ാം നമ്പർ മുറിയിലേക്ക് കയറ്റി. അവിടെ കട്ടിലിൽ തളർന്നു കിടന്നിരുന്ന ഭാര്യയോട് പറഞ്ഞു, നോക്കൂ കുട്ടി, നമുക്കിന്നൊരു VIP സന്ദർശകൻ. തിരിഞ്ഞെന്നോട് പറഞ്ഞു, ഇരിക്കൂ സാർ, ഞാൻ ഇതാ വരുന്നു. വീട്ടിൽ പോയി തള്ളയ്ക്കുള്ള ഉച്ചഭക്ഷണം എടുത്തുകൊണ്ട് ഇതാ വരാം. ഞാൻ അതിനിറങ്ങുമ്പോഴാണ് സാറിനെ കണ്ടത്. പിന്നെ ഒരു കാര്യം, ഇവളിപ്പോൾ ഒരു ഗുളിക കഴിച്ചിട്ടുണ്ട്. ലേശം സെഡേഷനുള്ളതാ. എന്നാലും മയങ്ങാൻ സമ്മതിക്കേണ്ട. ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ടൊന്ന് ഉറങ്ങിയാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. വാക്കുകളുടെ അതേ തിരക്കോടെ അദ്ദേഹം പോയി. പോകുന്ന പോക്കിൽ വീണ്ടും വിളിച്ചു പറഞ്ഞു, സാർ, ഞാൻ വന്നിട്ടേ പോകാവൂട്ടോ, തീർച്ച. കൊച്ചുകുട്ടികളെപ്പോലെയുള്ള പെരുമാറ്റം, എന്തൊരു നിഷ്കളങ്കത. പകച്ചങ്ങനെ നിന്നു.